സോ ഗൈസ്, ഈ ഒരു വീടിന് കൂടി വേണ്ടിയാണ് സുകുമാരക്കുറുപ്പ് ആ ഒരു കൊലപാതകം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ വീടിനുള്ളിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ഫുള്ള് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. 1984 കാലഘട്ടത്തിൽ കേരളത്തിലുള്ള മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഒരു ഓടിട്ട വീട് പോലും സ്വപ്നമായിരുന്നു. അന്നത്തെ കാലത്താണ് പുള്ളി കോൺക്രീറ്റ് ചെയ്ത് ഇത്രയും ചുടുകട്ടയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഒരു ആർഭാടകരമായിട്ടുള്ള ഒരു വീട് ഇവിടെ പ്ലാൻ ചെയ്ത് വച്ചേക്കുന്നത്. ഞാനിപ്പോൾ ചാക്കോപ്പാടം കാണാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ കാലെല്ലാം ഏകദേശം മുങ്ങിയിട്ടുണ്ട്. നടന്ന് പോകുന്ന വഴിക്കെല്ലാം മുങ്ങി പോകും. ഓക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ആ കാറിൻ്റെ മുന്നിലാണ്. അതായത് ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലാണ്. ഓക്കെ, ഇതിലിപ്പോൾ ഒന്നുമില്ല, കത്തിക്കരിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം എല്ലാം നശിച്ച് ഇല്ലാതായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ആ കാറെന്നുള്ളത്. സന്ധ്യയ്ക്ക് മുമ്പ് അവനിങ്ങെത്തുമെന്ന് ഞാൻ കരുതി. അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു, എന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഞാൻ ഇന്ന് പോകുന്നത് ആലപ്പുഴയ്ക്കാണ്. ഓക്കെ, ഒരു രക്ഷയില്ലാത്ത മഴയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നേരെ ഫുള്ള് വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന പ്രദേശം ഒഴിച്ച് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണുള്ളത്. ഓക്കെ, സോ ഗൈസ്, ഞാൻ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി എടുത്തിട്ട് പോകാൻ തന്നെയാണ് എന്റെ പ്ലാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ എങ്ങനെയെങ്കിലും നീന്തി ആയിരുന്നാലും സുകുമാരക്കുറുപ്പിന്റെ ലൊക്കേഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ എന്റെ പ്ലാൻ എന്നുള്ളത്. ഓക്കെ, ഓഫ് ടു ആലപ്പുഴ. ഫുള്ള് തന്നാ വേണ്ട, കുഴപ്പമില്ല. അപ്പം ആലപ്പുഴ എത്ര കിലോമീറ്റർ ഉണ്ട്? 65. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ, സുകുമാരക്കുറുപ്പിന്റെ പണി തീരാത്ത വീട്ടിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഇതാണ് വീട്. ഇവിടെ ഫുള്ള് മഴയാണ്. ഞാൻ മഴ നനഞ്ഞിട്ട് ആകെപ്പാടെ വരുന്ന വഴിക്ക് നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതായത് ഇതിപ്പോ പഞ്ചായത്തിന്റെ തന്നെ ഒരു മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് ഇതിപ്പോ മാറിയിരിക്കുന്നത്. ഓക്കെ,
സുകുമാരക്കുറുപ്പിന്റെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ഒരു വീടായിരുന്നു. സോ ഗൈസ്, ഈ ഒരു വീടിന് കൂടി വേണ്ടിയാണ് സുകുമാരക്കുറുപ്പ് ആ ഒരു കൊലപാതകം ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഞാൻ ആകപ്പാടെ നനഞ്ഞ് കുളിച്ചാണ് ഇവിടെ വരെ എത്തിയത്. സോ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു. ഒരിക്കലുമല്ല. ഏകദേശം 3:30 മണി പോലും ആയിട്ടില്ല. 3:18 മാത്രമേ ആയിട്ടുള്ളൂ. സോ മഴ ഇരുട്ടാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ ഈ വേസ്റ്റിൻ്റെ ഇടയിൽ കൂടെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ വന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അമ്പോ, ഇതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റത്തില്ല. തോൽവിയാണ്. ലുക്ക്, ഫുള്ള് വേസ്റ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ ആടിനെയൊക്കെ ആരോ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. സോ ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ലുക്ക് ആടിനെയൊക്കെ കൊണ്ട് കെട്ടിയിരിക്കുന്നു. സോ ഈ വീടിനുള്ളിൽ ഇതൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ഫുള്ള് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ കഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ലൈവ് എക്സാമ്പിൾ കാണുന്നുണ്ട്. എന്താണ്? അത്യാഗ്രഹം. ഒരാളെ നശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുക, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ സങ്കടപ്പെടുത്തുക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കാലത്ത് സുകുമാരക്കുറുപ്പിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കൂ, മാലിന്യങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. സുകുമാരക്കുറുപ്പിൻ്റെ സ്വപ്ന വീടായിരുന്നു ഇത്. ഒരു കാലത്ത് സുകുമാരക്കുറുപ്പ് പ്ലാൻ ചെയ്ത് വെച്ച ഒരു വീടായിരുന്നു ഇത്. ആ ഒരു വീടാണ് പുള്ളിയുടെ ആ ഒരു അത്യാഗ്രഹം കാരണം ഇങ്ങനെയായി മാറിയത്. ലുക്ക്, സോ പുറത്ത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. സോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കറിയാം ഇതാണ് ആ ഒരു അവസ്ഥ എന്നുള്ളത്. ലുക്ക്, സോ ഗൈസ്, ഞാൻ നല്ല രീതിക്ക് നനഞ്ഞിട്ടാണ് ഇത്രയും ദൂരം ഇവിടെ എത്തിയത്. സോ ഇത് ഏകദേശം 24 സെൻറ്റിലാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ലുക്ക്, ഈ ഒരു വീട് കംപ്ലീറ്റായി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത്. ഞാൻ ഈ കാട് വഴി ഒന്ന് റൗണ്ട് അടിക്കാൻ, ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ലുക്ക്, സോ ഇതുവഴി നമുക്ക് പുറകിലത്തെ റൂമിലെത്താം. സോ ലുക്ക്, ഇതിനകത്ത് ഇതാണ് അവസ്ഥ. ഇവിടെയെല്ലാം ഇടിഞ്ഞു കിടക്കുകയാണ്. സുകുമാരക്കുറുപ്പ് നല്ല രീതിക്ക് ചുടുകട്ടയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ച് ഇറക്കി, നല്ല രീതിക്ക് സിമൻ്റെല്ലാം ഇറക്കി ഒരു വീടുണ്ടാക്കാൻ നോക്കി. പക്ഷേ പിന്നീടത് പുള്ളിയുടെ തന്നെ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ആയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പുള്ളിക്ക് നല്ല രീതിക്ക് ജീവിക്കാനുള്ള സംഭവം സെറ്റപ്പൊക്കെ ആയിരുന്നു പുള്ളി. ഇവിടെ നല്ല രീതിക്ക് തന്നെ ആൾക്കാർ വന്ന് മദ്യപിക്കാറൊക്കെ ഉള്ള ഏരിയ തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ എന്താണ് ഉതങ്ങുന്നുണ്ടോക്കെ മണ്ണാണെന്ന് തോന്നുന്നു. സോ ഇത് അടുക്കളയാകാനുള്ള ചാൻസാണ്. എനിക്ക് തോന്നുന്നു ഇത് അടുക്കളയായിരിക്കാം. അത്യാവശ്യം ജീവിക്കാനൊക്കെ ഉള്ള വകുപ്പ് പുള്ളിയുടെ ഉണ്ടായിരുന്നു. അതായത് എയർഫോഴ്സിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അത് വിട്ടതിന് ശേഷം പുള്ളി നേരെ അബുദാബിക്ക് പോയിട്ട് അവിടെ നല്ല രീതിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കാശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടും പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അത്യാഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ പൈസ ഉണ്ടാക്കുക, നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാകാം പുള്ളി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ നിൽക്കുന്നത് സുകുമാരക്കുറുപ്പിൻ്റെ അടുക്കളയ്ക്കുള്ളിലാണ്. ഓക്കെ, സോ പുള്ളിയുടെ രണ്ട് മാസ്റ്റർ പ്ലാനാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, എന്നേക്കുമായിട്ട് ഒളിവിൽ പോവുക, എന്നേക്കുമായിട്ട് മരിച്ചതായിട്ട് വരുത്തി തീർത്തിട്ട് എന്നേക്കുമായി ഒളിവിൽ പോവുക. രണ്ടാമത്തത് ഇൻഷുറൻസ് തുക തട്ടുക. പക്ഷേ ഇവിടെ ഒരു പ്ലാൻ നടന്നു, അതായത് എന്നേക്കുമായിട്ട് പുള്ളി അപ്രത്യക്ഷമായി. രണ്ടാമത്തെ പ്ലാൻ നടന്നില്ല, അതായത് ഇൻഷുറൻസ് തുക തട്ടുക. കാരണം മരിച്ചത് ചാക്കോ ആണെന്നുള്ള കണ്ടുപിടുത്തമാണ്. സോ 2 പ്ലാൻ പുള്ളിക്കുണ്ടായിരുന്നു. ഒന്ന്, എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുക. രണ്ടാമത്തത് മരിച്ചത് താനാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് തുക തട്ടുക. പക്ഷേ ഈ രണ്ടിലും ഒന്ന് മാത്രം നടന്നു. എന്താണ്? പുള്ളി എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമായി, പക്ഷേ ഇൻഷുറൻസ് തുക തട്ടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ എങ്ങനെയെല്ലാം ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു ബേസിക് സൈക്കോളജി എന്നുള്ളത്. ഒരിക്കലും ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ ബുദ്ധിയിൽ ചിന്തിക്കാതെ ക്രിമിനൽ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കണം. ഒരു ക്രിമിനൽ എന്ത് ചെയ്യും, അടുത്തവൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് ആ ഒരു കേസ് തെളിയുന്നത്. ഇത്രയും മഴയത്ത് ഇവിടെ ഇത്രയും ദൂരം ഞാൻ എത്തിയതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കൊരു ലൈവ് എക്സാമ്പിൾ ഞാൻ തരാം. ഒരു ലൈവ് എക്സാമ്പിൾ, അതായത് ഒരാളെ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കൊന്നും കൊലവിളിച്ചും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റൊരാളെ സങ്കടപ്പെടുത്തരുത്. അതായത് മറ്റൊരാളെ ദ്രോഹിക്കരുത്, മറ്റൊരാളെ കഷ്ടപ്പെടുത്തരുത്. അങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ ആരായിരുന്നാലും അവസാനം ഇത് തന്നെയാണ് ഗതി. നമ്മുടെ ചെറിയ സന്തോഷങ്ങളായിരുന്നാൽ പോലും ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കരുത്, ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളെയും സങ്കടപ്പെടുത്തരുത്. ഓക്കെ, സോ സങ്കടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു കർമ്മ നിങ്ങൾ അനുഭവിച്ച് തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വീട് കണ്ടില്ലേ, കർമ്മ ഈസ് എ ബൂമറാങ്. എൻ്റെ പേരിലൊരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, നമുക്കതങ്ങ് പൊട്ടിച്ചാലോ?
ഞാനിപ്പോൾ ചാക്കോപ്പാടം കാണാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ കാലെല്ലാം ഏകദേശം മുങ്ങിയിട്ടുണ്ട്. നടന്ന് പോകുന്ന വഴിക്കെല്ലാം മുങ്ങി പോകും. ഓക്കെ, സോ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാക്കോപ്പാടത്താണ്. അതായത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ് ആ ഒരു കാറ് കത്തുന്നത്. അതായത് ഈ സുകുമാരക്കുറുപ്പ് ചാക്കോയെ ഉൾപ്പെടെ കാറിലിട്ട് കത്തിക്കുന്ന ഏരിയ ആണ് ഇതെന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ കുന്നം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, അവിടേക്ക് പോകുന്ന മാവേലിക്കര എന്ന കുന്നത്തേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഓക്കെ, സോ ലുക്ക്, എൻ്റെ പുറകിൽ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ ലുക്ക്, സോ ഇതിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ്. വണ്ടാനത്താണ് സുകുമാരക്കുറുപ്പിൻ്റെ വീട്. അവിടെ നിന്ന് ഞാൻ നേരെ മാവേലിക്കര വന്നു. ഇവിടെ നിന്ന് നേരെ പോയ കുന്നമാണ്. സോ ഇവിടെയാണ് ആ കാറ് നിന്ന് കത്തുന്ന ഏരിയ. ഓക്കെ, സോ ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടോ? ചിലരൊക്കെ പറയുന്നത് കുറിപ്പ് തിയേറ്ററിൽ വന്നിരുന്ന സിനിമ കാണുമെന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയാണ്. പക്ഷേ ഒരുപാട് നിഗമനങ്ങൾ പുള്ളി മരിച്ചു എന്നുള്ളതാണ്. അതായത് റോഡിൽ കടന്ന് മരിച്ചു എന്നുള്ളതാണ്. ഹൃദ്രോഗിയായിരുന്നു, മരണം സംഭവിക്കുക എന്നുള്ളതൊക്കെയാണ്. പക്ഷേ ഒരുപക്ഷെ ഇനി ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് മാവേലിക്കര പോലീസ് സ്റ്റേഷനിലാണ്. ഓക്കെ, സോ ലുക്ക്, ഇതാണ് ആ കാർ. ഏകദേശം ഇതിലിപ്പോൾ ഒന്നുമില്ല, കത്തിക്കരിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം എല്ലാം നശിച്ച് ഇല്ലാതായിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ആ കാർ എന്നുള്ളത്, ഇത്രയേ ഉള്ളൂ. ആ ഒരു ചാക്കോപ്പാടത്ത് കത്തിയ കാറിൻ്റെ അവശിഷ്ടം എന്ന് പറയാൻ. സോ ഇപ്പോൾ ഇത്രയേ ഇവിടെ ഉള്ളൂ എന്നുള്ളതാണ്. So that's all, my dear friends. Rest in peace, Chaco.